Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ പഴയ മോഡൽ ഫോട്ടോ പ്രിന്റർ ആയ എപ്സൺ L800 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം, അത് വിൻഡോസ് 10 വെർഷനിലേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമന്റും ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഇതിനു മുമ്പ് ആദ്യം പറയാനുള്ളത്, ഒരിക്കലും പ്രിൻ്ററിൻ്റെ USB കേബിൾ ഒരിക്കലും പ്രിൻ്ററിൽ കണക്ട് ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇടയിൽ വെച്ചിട്ട് USB കേബിൾ കണക്ട് ചെയ്യാൻ ചെയ്യുക, അപ്പം മാത്രം കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ആക്കി അതിൽ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തു, അവിടെ Epson 800 പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് Epson L800 പ്രിൻ്റർ എന്ന് അടിക്കുമ്പോൾ തന്നെ താഴെ കുറേ ഓപ്ഷൻ അതിൽ 800 ഡ്രൈവർ എന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കുറേ അതിൻ്റെ റിസൾട്ട് ഫയലുകൾ കാണിക്കും. അവിടെ ഫസ്റ്റ് കാണുന്ന സൈറ്റ് കണ്ടില്ലേ, ഇന്ത്യയിലാണെങ്കിൽ epson.co.in എന്ന സൈറ്റാണ്, വെബ്സൈറ്റാണുള്ളത്. അത് ജസ്റ്റ് ഓപ്പൺ ആക്കുക. അവിടെ ഒന്ന് ലോഡായിട്ട് ഇങ്ങനെ വരും. അത് പ്രിൻ്ററിൻ്റെ ഫോട്ടോ ഒക്കെ കാണിക്കും. കുറച്ച് ഇൻ്റർനെറ്റ് ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു നെറ്റിന് ഡൗൺ ഉണ്ട്, അതുകൊണ്ടാണ് ആ ക്യാമറൻ്റെ പിക്ചർ കാണിക്കുന്നത്. അവിടെ സാധാരണ പ്രിൻ്ററിൻ്റെ ഫോട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കണ്ടില്ലേ? അത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ സപ്പോസ് നമ്മളത് വിൻഡോസ് 10 അല്ല വേറെ വിൻഡോസ് 7 വിൻഡോസ് 8 ഒക്കെ ആണെങ്കിൽ അതവിടെ ഉണ്ട്. നമ്മളെ സിസ്റ്റം ഏതാണെന്നുള്ളത് അവിടെ ഓട്ടോമാറ്റിക്കായി ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബ്രാക്കറ്റിൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അവിടെ പേരിൻ്റെ അവിടെ ഇപ്പോൾ എൻ്റെ സിസ്റ്റം വിൻഡോസ് 10 ആണ്, അവിടെ ബ്രാക്കറ്റിൽ കണ്ടില്ലേ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ശേഷം താഴെ കണ്ടില്ലേ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ല, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രിൻ്റർ ഡ്രൈവർ എന്നുണ്ടാവും. അതിൽ നമുക്ക് വേണ്ടത് ഫസ്റ്റ് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്, ചെറിയൊരു വെർഷനിൽ വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ ഇത് രണ്ട് പേരിൽ ഏതാണോ ഉള്ളത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. രണ്ട് പേര് കാണിക്കുക. അപ്പോൾ അതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പോൾ ഏതാണോ ലേറ്റസ്റ്റ് വെർഷന് അത് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് കാണിച്ചതാണ് ലേറ്റസ്റ്റ്. ആ ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇങ്ങനെ ഒരു പേജ് വരും. അവിടെ അക്സെപ്റ്റ് എന്ന് കണ്ടില്ലേ, അക്സെപ്റ്റ് എന്ന് കൊടുക്കുന്നതോടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയൽ കാണും. സേവ് കൊടുക്കുക, നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ബ്രൗസറിൻ്റെ ഡൗൺലോഡിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആ പേരിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ അത് ഓണായി വരും. എൻ്റെ ലാപ്പ് നെറ്റ്ബുക്ക് ആയതുകൊണ്ട് ഇത്രയും സ്ലോ ആയിട്ട് കാണിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സിപ്പ് എക്സ്ട്രാക്റ്റ് ഫയൽ നടന്നുകൊണ്ട് എക്സ്ട്രാക്റ്റിങ് നടക്കും. എക്സ്ട്രാക്റ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ സമയം ഡിസ്പ്ലേയിൽ എന്ത് ചെയ്യും, ഇതേപോലെ യെസ് ഓർ നോ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതായത് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ട എന്നുള്ളതാണ്. അവിടെ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് ലോഡിങ് ആയതിന് ശേഷം ഇതേപോലെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വരും. അവിടെ ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാളിങ് ഓക്കെ എന്ന് കൊടുക്കുക, അക്സെപ്റ്റ് എന്ന് കൊടുക്കുക. ഇപ്പം ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഒരു പെർമിഷൻ ചോദിക്കുകയാണ് ഇൻസ്റ്റാൾ എന്നുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ ചില സിസ്റ്റത്തിൽ ചോദിച്ചോളണമെന്നില്ല. ഇതേ കണ്ടില്ല, ഇവിടെയാണ് നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് മാത്രമേ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ കണക്റ്റഡ് ആകാൻ പാടുള്ളൂ. ഓക്കെ, കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ സിസ്റ്റം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റ് ചെയ്യും. എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആറ്റം പ്രോസസ്സറുള്ള ഒരു നെറ്റ്ബുക്കാണ് എൻ്റെ. അപ്പോൾ ചെറിയൊരു സ്ലോ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പ്രിൻ്റർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്നുള്ളൊരു മെസ്സേജ് കാണിക്കും. കണ്ടില്ലേ? ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇനി കംപ്ലീറ്റ് ആണല്ലോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ പാനൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ കാണുക, നീല സെലക്റ്റഡായി കിടക്കുന്നുണ്ടല്ലേ, ഇവിടെ സെലക്റ്റായി കിടക്കുന്നത് ഇതേ കണ്ടില്ലേ, മൗസ് പോയിൻ്റർ കൂടുന്നു. ഇവിടെ സെലക്റ്റായി കോപ്പി വണ്ണാണ് സെലക്റ്റായി കിടക്കുന്നുണ്ട്. ഞാനൊരു പ്രിൻ്ററിൻ്റെ ടെക്നീഷ്യൻ ആയതുകൊണ്ട് എൻ്റെ കുറേ പ്രിൻ്ററിൻ്റെ ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോൾ കാര്യമാക്കണ്ട. അവിടെ നമ്മൾ ആ പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് ബട്ടൺ നോക്കി നമുക്കൊരു പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻ്റ് വരുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യണം. എന്തെങ്കിലും സംശയം എന്തെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.
ചെയ്യാം.